ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പിടാനുള്ള പരിപാടിയാണ്. കട്ടൻ ചായ വെക്കലോ കാപ്പി ഉണ്ടാക്കലോ ഒന്നും തുടങ്ങിയിട്ടില്ല. അതിന് മുന്നേ തന്നെ അരി അടുപ്പിടുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം വെച്ചിട്ട് അരി ഞാൻ കഴുകിയിട്ട് കൊടുക്കുകയാണ്. വെള്ളം തിളയ്ക്കുന്ന വരെയൊന്നും നോക്കിയിരുന്നില്ല. അരി ഞാൻ കൈയോടെ തന്നെ ഇട്ട് കൊടുത്തേ. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് റൈസ് കുക്കറിലോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. കാരണം വിറകിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കുക്കറിൽ വെക്കാൻ ഓർത്തു. പിന്നെ ഈ അരിക്കും വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കേട്ടോ. ഇത് കുത്തരിയാണ് എങ്കിലും നല്ല ചോറുമാണ്, പക്ഷെ അത്ര വേവുമില്ല കേട്ടോ. കൊള്ളാം, നല്ല പരുവത്തിനൊരു അരി കിട്ടി എന്തായാലും. ഇനി അരിയുടെ പേര് നോക്കി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് തന്നെ വാങ്ങിക്കണം. അപ്പം ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം ട്രെൻഡിങ് ആണല്ലോ നമ്മുടെ കുഞ്ഞമ്മത്തി. അപ്പം നമുക്ക് കുറച്ച് കുഞ്ഞമ്മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞമ്മത്തി ഉണ്ടടി എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ വൃത്തിയാക്കാൻ പാടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല എളുപ്പമുണ്ടായിരുന്നു. വലിയ ചെതുമ്പലും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തിരുമ്മി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മത്തിയായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് നമുക്ക് പൊരിക്കുകയും കൂടെ ചെയ്യാം. മീനിൻ്റെ വെള്ളമാണേ, മീൻ കഴുകിയ വെള്ളം ഞാൻ അങ്ങനെ കളയാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകളും എല്ലാം നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മൂട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും, നമ്മുടെ തക്കാളി പയർ ഏതിൻ്റെ മൂട്ടിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ദിവസം ഒന്നിനൊഴിച്ചാൽ അടുത്ത പിറ്റേ ദിവസം ബാക്കിയുള്ളതിനൊഴിക്കും. അങ്ങനെ കറങ്ങി കറങ്ങി എല്ലാത്തിൻ്റെയും മൂട്ടിൽ കുറേശ്ശെ എത്തിക്കും കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ മീൻ വെട്ടിയ സ്ലാവും പിന്നെ പാത്രങ്ങളും കത്രികയും പിച്ചാത്തിയും എല്ലാം കൈയോടെ തന്നെ അങ്ങ് സോപ്പിട്ട് കഴുകി അങ്ങ് വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇവിടെ ഒരു മീനിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പം ഞാൻ എല്ലാം വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലെ സ്മെല്ലും പോവും, അതേപോലെ നമ്മുടെ പാത്രങ്ങളും വൃത്തിയാവും മൊത്തത്തിൽ. പിന്നെ ഞാൻ മീൻ കഴുകാനായിട്ട് പ്രത്യേകം പാത്രങ്ങളാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ വേറൊന്നിനും ഉപയോഗിക്കുന്ന പാത്രം എടുത്ത് മീൻ വെട്ടാറില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഹാൻഡ് വാഷ്, ഇവിടെ കൈ കഴുകുന്നതിനേക്കാളും കൂടുതലും ഞാനിവിടെ നമ്മുടെ സ്ലാവൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് വാഷ് കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഹാൻഡ് വാഷ് ഇട്ടുകൂടെ ഒന്നുകൂടെ നല്ലോണം കഴുകും. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരും. അപ്പോൾ മീനിൻ്റെ സ്മെല്ല് നല്ലതായിട്ടങ്ങ് പോവും. അപ്പോൾ നമ്മുടെ സ്ലാവെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അതുപോലെ നമ്മൾ പൈപ്പും വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും കൈവച്ചൊക്കെ പിടിച്ചതല്ലേ, അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇവിടെ. പിന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അതുപോലെ ലൈക്ക് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കുറേ നാളെ വീഡിയോസൊന്നും ഇടാതിരുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ ഒരുപാട് പിറകിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊന്ന് കയറി വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മീൻ കറി വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുവാണേ. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഇഞ്ചി അതിനകത്തോട്ട് അരിഞ്ഞിടുന്നുണ്ട്, അതുപോലെ ഒരു സവാളയുടെ പകുതി ഇടുന്നുണ്ട്, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇടാം കേട്ടോ. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്, അതുപോലെ പിരിയമുളക് ഇടുന്നുണ്ട്. കുറച്ച് എരിയും കളറൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഈ മുളക് പൊടി കുറച്ചിട്ട് പച്ചമുളക് കൂടുതലിട്ട് അങ്ങനെ വേണമെങ്കിലും വെക്കാമേ. അപ്പോൾ ഇവിടെ ഒരാൾ രാവിലെ എണ്ണീച്ച് വന്ന് പുട്ടിനുള്ള മാവൊക്കെ എടുക്കണം കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ മീൻകറി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്ക ടാപ്പിങ്ങിന് പോയേക്കാണ്. അപ്പോൾ ഇക്കാക്ക് മീൻകറി ഉണ്ടെങ്കിൽ പുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ പുട്ട് വലിയ താല്പര്യമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ മീൻകറി ആക്കാമെന്ന് ഓർത്തത്. അപ്പോൾ എനിക്ക് രാവിലത്തെ ഉച്ചത്തെയും പണിയും ഒരുമിച്ച് കഴിയുമല്ലോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് തക്കാളിയും പച്ചമുളകും അതുപോലെ പുളിവെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം നമ്മുടെ മീൻ തിളച്ചിട്ടുണ്ട്, കറി തിളച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നല്ലപോലെ അടച്ച് വയ്ക്കാൻ പറ്റത്തില്ല, കാരണം തിളച്ചിങ്ങ് തൂവും കേട്ടോ. അപ്പോൾ ഒരു പരുവത്തിനൊക്കെ വേണം അടച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇക്ക ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്ക വിശന്ന് പൊരിഞ്ഞാണ് കേട്ടോ ഇന്ന് വന്നത്. ഇന്ന് പണി കുറച്ച് കൂടുതലായിപ്പോയി. തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്നെ വിളിച്ച് പറഞ്ഞു, ഇടി എനിക്ക് വിശക്കുന്നേ വല്ലതും വെച്ചോന്ന്. അപ്പോഴേ ഞാൻ പുട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക കാപ്പിപ്പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓടാനൊക്കെ പോയേട്ടാ. ഇപ്പം ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോറൊക്കെ എടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് ഊറ്റിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഉമ്മച്ചി വന്നതെന്ന് വെച്ചാൽ ഉമ്മച്ചി ഒരു തീയൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വടിച്ച് ഊറ്റട്ടെ. പിന്നെ മീനൊക്കെ പൊരിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യേ.